ലതീഷ് കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലതീഷ്, ശക്തമായ പ്രചരണത്തിനൊടുവിൽ മലബാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ തുടക്കത്തിൽ മോക്ക് പോളിംഗ് അടക്കമുള്ള നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലതീഷ് ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് അവിടുന്ന് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? മനു, ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള സേവിയോ ഹയർ സെക്കൻഡറി സ്കൂളിലെ 56-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെയാണ് കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീം വോട്ട് ചെയ്യാനെത്തുക. മോക്ക് പോള് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വോട്ടിംഗ് കഴിഞ്ഞു. ആ വോട്ട് കഴിഞ്ഞ ശേഷം വോട്ട് രേഖപ്പെടുത്തിയ എണ്ണം കൃത്യമായി കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. ആ കൗണ്ടിംഗ് പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കൗണ്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ അത് നടക്കുന്നത് സ്വാഭാവികമായും 3 മുന്നണികളുടെയും ഏജൻറ്റുമാരുടെ മുമ്പിൽ വെച്ചാണ്. അത് അവർ ഉറപ്പുവരുത്തി വോട്ടിൻ്റെ എണ്ണവും രേഖപ്പെടുത്തിയ വോട്ടും ഈ VVPAT മെഷീൻ വഴി പുറത്തു വന്ന സ്ലിപ്പുകളും എണ്ണി കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം ഉറപ്പുവരുത്തിയ ശേഷം പോളിംഗ് നടപടികളിലേക്ക് കടക്കും. രാവിലെ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. കാരണം നേരത്തെ സാലിയൊക്കെ അവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളുമെല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി വോട്ടിംഗ് പ്രവർത്തനം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ വോട്ടിംഗ് പൂർത്തീകരിച്ച് വീടുകളിലേക്ക് മടങ്ങാം എന്നുള്ള സൗകര്യത്തിലാണ് ആ നിലയിലുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ നിരവധിയായ ആളുകൾ ഈ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തി. 6 മണിക്ക് മുമ്പ് തന്നെ അതായത് 1 മണിക്കൂർ മുമ്പ് തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഈ കടുത്ത ചൂടും മറ്റും സാഹചര്യവും കാലാവസ്ഥയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കൂടുതൽ വോട്ടിംഗ് ഈ മലബാർ മേഖലയിലെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആളുകൾക്ക് കുടിവെള്ളമടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഈ പ്രത്യേക കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുമെല്ലാം ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ ഓരോ പോളിംഗ് ബൂത്തിന് മുന്നിലും കുടിവെള്ളമടക്കം സജ്ജീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വോട്ടിങ്ങിനുള്ള നടപടികളെല്ലാം തന്നെ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. വാശിയേറിയ മത്സരം നടക്കുന്ന മേഖലയാണ് വടക്കൻ കേരളം എന്ന് പറയുന്നത്. LDFന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒട്ടേറെ മണ്ഡലങ്ങളും ഇവിടെയുണ്ട്. കാസർഗോഡ് വലിയ പോരാട്ടം നടക്കുന്നു. സിറ്റിംഗ് MP രാജ്മോഹൻ ഉണ്ണിത്താനെ നേരിടാൻ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്ററെയാണ് അവിടെ രംഗത്തിറക്കിയത്. LDF ML അശ്വിനി NDA സ്ഥാനാർത്ഥിയായി അവിടെയുണ്ട്. അതേപോലെ തന്നെ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിൽ CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് സിറ്റിംഗ് MP സുധാകരനെ KPCC അധ്യക്ഷൻ കൂടിയായ സുധാകരനെ നേരിടാൻ അവിടെ ഇറങ്ങിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച C രഘുനാഥ് ഇത്തവണ BJPയിലെത്തി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നതും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വടകരയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന അല്ലെങ്കിൽ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. KK ശൈലജ ടീച്ചറെയാണ് ഇത്തവണ LDF അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. K മുരളീധരൻ സിറ്റിംഗ് MP തൃശ്ശൂരിലേക്ക് മാറിയത് കാരണം MLA ഷാഫി പറമ്പിലിനെ UDFും അവിടെ രംഗത്തിറക്കുന്നു. യുവമോർച്ചയുടെ നേതാവ് പ്രഫുൽ കൃഷ്ണയാണ് NDA സ്ഥാനാർത്ഥി. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 3 തവണയും നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനായി സിറ്റിംഗ് MP MK രാഘവനെ നേരിടുന്നത് രാജ്യസഭാ അംഗവും CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും CATU നേതാവുമായ എളമരം കരീമാണ്. ആ നിലയിലുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട്. തിരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ എന്ന കരുത്തയായ വനിതയെ CPI രംഗത്തിറക്കി അവിടെ കടുത്ത മത്സരം നടത്തുന്നു. NDAക്കായി അവിടെ K സുരേന്ദ്രനും മത്സരിക്കുന്നതും ഒരു പ്രത്യേകതയാണ്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ MPമാർ പരസ്പരം മണ്ഡലം വെച്ചു മാറി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഇത്തവണയുണ്ട്. ET മുഹമ്മദ് ബഷീറാണ് പൊന്നാനിയിലെ സിറ്റിംഗ് MP. ET മുഹമ്മദ് ബഷീറാണ് മലപ്പുറത്ത് മത്സരിക്കുന്നത്. ETയെ നേരിടുന്നത് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായ V വസീഫാണ്. NDA സ്ഥാനാർത്ഥിയെ അബ്ദുസലാമും അവിടെ മത്സരിക്കുന്നു. പൊന്നാനിയിലേക്ക് പോവുകയാണെങ്കിൽ പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയാണ് UDF സ്ഥാനാർത്ഥി. ഹംസയാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ CPIMൻ്റെ ഏറ്റവും കരുത്തനായ നേതാവ്
CPIM പൊളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവനാണ് അവിടെ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനായി CPIM LDF ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സിറ്റിംഗ് MP VK ശ്രീകണ്ഠനാണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി. ആലത്തൂരിലേക്ക് പോവുകയാണെങ്കിലും കടുത്ത മത്സരം തന്നെയാണ് ആലത്തൂരിൽ നടക്കുന്നത്. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണനെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനായി LDF കളത്തിലിറക്കിയത്. രമ്യ ഹരിദാസ്, സിറ്റിംഗ് MP രമ്യ ഹരിദാസ് തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ നിലയിൽ വടക്കൻ കേരളത്തിലെ 7 മണ്ഡലങ്ങളിലും തീപ്പാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. വലിയ തോതിലുള്ള നാടിളക്കിയുള്ള വലിയ പ്രചാരണം ഈ മണ്ഡലങ്ങളിലെല്ലാം നടന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ വോട്ടെടുപ്പ് ദിവസമായ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും രാവിലെ വോട്ട് ചെയ്യാനെത്തിയ ആളുകളുടെ ഒരു പ്രതികരണം തേടാമെന്ന് തോന്നുന്നു, സമയമുണ്ടെങ്കിൽ. എന്താണ് നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി? വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഇതിൻ്റെ ഏജൻറ്റുകളാണ് നേരത്തെ എത്തുന്നതാണ് അവിടെ. ഓ, ഏജന്റുമാരാണല്ലേ? നിങ്ങൾ വോട്ട് ചെയ്യാൻ വന്നല്ലേ? എന്താ രാവിലെ തന്നെ അവിടെ പോയിട്ട് ബൂത്തിലിരിക്കാണ്ട് മുളത്തൂര്. ഏജന്റുമാരായ ആളുകളും കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ആളുകൾ കാലാവസ്ഥയും മറ്റും പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിന്റെ ഒരു ഉന്നതപരമായ ജനാധിപത്യ ബോധം കൂടി നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ലതീഷ്. കാരണം നേരത്തെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്, അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാവിലെ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വരികയാണ്.